വെൽക്കം ബാക്ക് ടു സന ഫാത്തിമ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്നോട് വന്നിരിക്കുന്നത് ഒരു സ്പീച്ച് പറയാനാണ്. പക്ഷേ അത് കുറച്ച് ലോങ് വീഡിയോ ആണ്. പക്ഷേ എന്നാലും നിങ്ങൾ കാണണം കേട്ടോ. ഞാൻ മൈക്ക് മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്ര നേരം പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഇവിടെ വെക്കാൻ പറ്റില്ല, കൊളുത്ത് കൂടിപ്പോയി. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായി, എന്ന് വെച്ചാൽ ഷെയർ ചെയ്യണമെന്നുണ്ടായി. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഷെയർ ചെയ്യണില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ സ്കൂളിൽ പരീക്ഷയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ മിനിയാന്നായിട്ട് തുടങ്ങിയത് പരീക്ഷ. അപ്പോൾ എനിക്ക് കുറേ പഠിക്കാനൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ലോങ് വീഡിയോ ഒക്കെ ഈ സംസാരിക്കുന്ന വീഡിയോ ലോങ് വീഡിയോ ഒക്കെ ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഇനി കുക്കിംഗ് വീഡിയോ, ഡാൻസിങ് വീഡിയോ ഒക്കെ വരുന്നുണ്ട്. ഞാൻ പിന്നെ ജെനിയുടെ ഏതോ പാട്ടിൻ്റെ ഡാൻസ് കളിച്ചിട്ടുണ്ട്, വേറെ ഏതോ പാട്ടൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പറയട്ടെ എന്ന് വെച്ചാൽ വേറെയിലേക്ക് പോയാൽ നമ്മൾ പറയത്തില്ലാതെ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ നിന്നത്, നിങ്ങൾ എന്നെ കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്ത് റിവ്യൂസ് കൂട്ടുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ അതിനെനിക്ക് നിങ്ങൾ നന്ദി പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി ഞാൻ പറയാം, നിങ്ങൾ എനിക്ക് വ്യൂവേഴ്സ് കൂട്ടി തരുന്നത് എൻ്റെയിലും കൂട്ടി തരുന്നുണ്ട്, പിന്നെ എൻ്റെ ക്യാറ്റിൻ്റെയും കൂട്ടി തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി നിങ്ങളങ്ങനെ വ്യൂവേഴ്സൊക്കെ കൂട്ടി തന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴത് വീഡിയോസൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ, എപ്പോഴും വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ എന്താ പറയുക, ഓരോ വീഡിയോസൊക്കെ ഇടുമ്പോൾ നാളെ അങ്ങനെയൊക്കെ ഞാൻ നോക്കും വീഡിയോസൊക്കെ. അപ്പോൾ ഇടയ്ക്കൊക്കെ എൻ്റെ ഫോണിൽ നെറ്റൊക്കെ തീരുമ്പോൾ ഞാൻ പിന്നെ എൻ്റെ വിഷമം കണ്ടായിരുന്നു. നിങ്ങൾ നെറ്റൊക്കെ തീരും എടുക്കണ്ട. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത്, നിങ്ങളെന്നെ കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ നന്ദി ഗൈസ്. എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കോമഡി വീഡിയോസൊക്കെ വരുന്നുണ്ട്, എനിക്ക് കുറേ വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിൽ കൂട്ടിയാൽ മതി. അപ്പോൾ നിങ്ങളതിൻ്റെ കമൻ്റ് ഇട്ട് പാടപ്പെടേണ്ട, അതിനകത്ത് നിങ്ങൾക്കറിയാം, കമൻ്റ് ഇട്ട് പാടപ്പെടേണ്ട. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ വീഡിയോ എനിക്ക് ഉമ്മ എടുത്തു തരും എൻ്റെ വീഡിയോ. പിന്നെ ഞാൻ എൻ്റെ ക്രിയേറ്റീവ്സായി ഞാൻ ഒറ്റയ്ക്ക് എടുക്കും. പിന്നെ ടൈമൊക്കെ വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ക്രിയേറ്റീവ്സായി ഞാൻ എടുക്കും. പിന്നെ എൻ്റെ ക്യാറ്റും ഉണ്ട് വീഡിയോസിലൊക്കെ. എൻ്റെ പൂച്ചക്കാണ് നിങ്ങൾ ഏറ്റവും സപ്പോർട്ട് എടുക്കേണ്ട വ്യൂവേഴ്സൊക്കെ ഇടുന്നത്. അപ്പോൾ താങ്ക് യു. എൻ്റെ പൂച്ചക്കാണ് ഏറ്റവും നിങ്ങൾ സപ്പോർട്ട് വ്യൂവേഴ്സൊക്കെ കൂട്ടുന്നത് എൻ്റെ പൂച്ചക്കാണ്. അപ്പോൾ അതിന് വരുന്നതാണ്. അപ്പോൾ കുറേ പേർക്ക് ഇങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് പറയാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കടക്കാം. ഇതിപ്പോൾ ഞാൻ പറയുന്നത്, എൻ്റെ സ്കൂളിലത്തെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, എൻ്റെ സ്കൂളിലത്തെ ഫ്രണ്ട്സും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്കൂളിലത്തെ ഫ്രണ്ട്സ് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക, കുറേ പേര് എൻ്റെ പേരൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ സബിത എന്ന് പറഞ്ഞു കൊടുത്തു. അവർ സെർച്ച് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുന്നുണ്ട്, ലൈക്കും അടിക്കുന്നുണ്ട്. അവർക്കും ഒരുപാട് നന്ദി സപ്പോർട്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്കറിയാം. പിന്നെ ഏതൊരു കുട്ടി എന്ന് വെച്ചാൽ ഏതൊരു കൊച്ച്, ആ കൊച്ചിൻ്റെ പേരെനിക്കറിയില്ല. ഒരു വീഡിയോ കൊച്ചിട്ടിട്ടുള്ളൂ, ഒരു ഐ ലവ് ഇറ്റ് എന്ന് പറഞ്ഞ് ഏതോ ഒരു എൻ്റെ പൂച്ച ചെണ്ട കൊട്ടുന്ന ഒരു AI വീഡിയോ ഇട്ട് അതിൽ ആ കൊച്ച് അയച്ചതാണ് കമൻറ്റ്. അപ്പോൾ അതിന് ഒരുപാട് നന്ദി. ആ കൊച്ചിന് ഞാൻ എപ്പോഴും നന്ദി കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളും കൂടെ അതിൽ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഗിവ് തരാം. ഇനി പെരുന്നാളായിട്ട് നിങ്ങൾ ഗിവ് തന്നില്ല എന്നും പറഞ്ഞത് വേണ്ട, ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ സ്ഥലമൊക്കെ എന്നോട് പറഞ്ഞതാണ്, ഞാൻ നിങ്ങൾക്ക് തരാം. ഏത് ഗിഫ്റ്റാണെന്ന് വേണേൽ ഗിഫ്റ്റൊക്കെ ഞാൻ തരും നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ ഗിവ് നമ്മൾ വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ഗിവ് കൂടെ ആക്കുന്നുണ്ട്. കയറണോട്ട ഗിവ് കാണും. ഓക്കെ, അപ്പോൾ നമുക്കിത് ലാസ്റ്റ് വീഡിയോ എടുക്കാം. അതല്ല, ഈ ലാസ്റ്റ് പാർട്ടാണത്. അതല്ല, സോറി, അതിലോട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ നിന്ന കാര്യം ഞാനിപ്പോൾ പറയാം. ഇനി പറയാൻ നിന്ന കാര്യം, ഈ കുറേ പേർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാവില്ലേ, ആ ഉള്ള പേർക്ക് ഒരു സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ അയച്ചേക്കുന്നത്. പിന്നെ ആ യൂട്യൂബ് ചാനലുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം ഉറപ്പായി. അപ്പോൾ ഇപ്പോൾ അവർക്ക് ചെറുതായിട്ടൊരു വിഷമം ഉണ്ടാവില്ലേ, എനിക്ക് ഒരു സബ്സ്ക്രൈബേഴ്സും ഇല്ലല്ലോ, ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും എനിക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കുറേ സങ്കടമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്കത് വന്നത്, എനിക്ക് ഒറ്റ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായില്ല. പിന്നെ 1000, 2000 എനിക്കപ്പോൾ ഒരു സബ്സ്ക്രൈബേഴ്സ്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഒരു സബ്സ്ക്രൈബേഴ്സ് ഇല്ലാണ്ട് എനിക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായി. പക്ഷെ ഞാൻ പുറകോട്ടാക്കിയില്ല, ഞാൻ മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നത്, 20 അങ്ങനത്തെ കായ് വരുന്നുണ്ട്.
അപ്പോൾ അവരോടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ലയെന്നും പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും തോറ്റ് നിൽക്കരുത്. നമ്മൾ പുറകോട്ട് പോയത് നമ്മൾ മുമ്പിലേക്ക് പോകണം. ഈ പരീക്ഷയ്ക്കൊക്കെ പുറകോട്ട് പോയത് മുമ്പിലേക്ക് പോകണം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെയാണ്. നിങ്ങൾ ഒരിക്കലും സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല, എല്ലാവർക്കും 1 മില്യൺ ആണ് അങ്ങനത്തെ ഉള്ളവരൊക്കെ ഉണ്ടാവൂലേ, അവരൊക്കെ അവരുടെ ക്രിയേറ്റീവേഴ്സ് അനുസരിച്ചാണ് അവർ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുന്നത്, മനസ്സിലായ? അപ്പോൾ നിങ്ങളതുപോലെ ചെയ്താൽ നിങ്ങൾക്കും അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ പറ്റും. നിങ്ങളുടെ കഴിവ് നിങ്ങൾ പുറത്തേക്ക് ഇറക്കുക, അല്ലാതെ നിങ്ങൾ ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ല. എന്നാലാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടത്തുള്ളൂ. അപ്പോൾ ഈ യൂട്യൂബ് ചാനലുള്ളവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം, ഉറപ്പായി ഷെയർ ചെയ്യണം കേട്ടോ. എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ പുറകോട്ടല്ല പോയത്. ഞാൻ മുമ്പിലേക്ക് പോയപ്പോഴാണ് എനിക്ക് വ്യൂവേഴ്സ് കൂടി വന്നത്. പ്രത്യേകിച്ച് പൂച്ചക്ക് മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണുള്ളൂ, അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് പൂച്ചനെ മാത്രം സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒരു അസുഖമില്ല. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ ഉമ്മനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വാപ്പനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം സാമ്പാർ ഏതോ ഒരു സിനിമയിൽ എൻ്റെ വാപ്പയും ഉമ്മയും ഞാനൊക്കെ ഉണ്ടായി, എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായില്ലേ അത്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസിൽ എൻ്റെ കസിൻ ഇത്താത്തയായിട്ടുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ കസിനെ കണ്ടല്ലേ, എന്താ പറയുക, ഒരു ഇത്താത്ത, അതിൻ്റെ ഇത്താത്തയാണ്. അപ്പോൾ ആ കസിൻ ഇത്താത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ കസിൻ ഇത്താത്ത ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ആ കസിൻ ഇത്താത്തക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായി. ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് അംന റസാഖ് എന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾ എൻ്റെ അംന ഇത്താത്തേനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ. അവരും തന്നെ സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്ന് ലോങ് വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഒന്നും കൂടെ ലോങ് വീഡിയോ ഇട്ടാൽ നിങ്ങൾ കാണൂല, നിങ്ങൾ സ്വഭാവം എനിക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ പിന്നെ ഉണ്ടല്ലോ, നിങ്ങളൊരു 15 സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എനിക്ക് ലൈവ് തുടങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കണം. 15 സബ്സ്ക്രൈബേഴ്സിൽ നിങ്ങൾ ആക്കാൻ ശ്രമിക്കണം. പിന്നെ കാണുന്നവരൊക്കെ നിങ്ങളുടെ സ്വന്തക്കാർക്കൊക്കെ അയച്ചു കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ലൈവ് തുടങ്ങും ഗൈസ്. 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഞാൻ ലൈവും തുടങ്ങും. അങ്ങനെയാണ് അവർ കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽ ബട്ടൺ മാത്രം ലൈക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ. പിന്നെ ഒരു മിനിറ്റ് കമൻറ്റോട് നിങ്ങൾ ഇടണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.